അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്നുണ്ട്. ഹലോ എവ്രിവൺ. അനുമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് അനുമോളുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ആ കല്യാണ വീഡിയോയെ കുറിച്ച് എന്ത് തോന്നുന്നുണ്ട്, എൻ്റെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. എല്ലാവരും ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ കൂടെ ഓണത്തിൻ്റെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി ആയിട്ടുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, കുറേ ആൾക്കാർ പറഞ്ഞ് ചെയ്യാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രോ അനുമോടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അനുമോട് കമൻറ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ. ഓണമായിട്ട് എനിക്ക് നിങ്ങളെന്താ തന്നെ, എനിക്കൊരു ലൈക്ക് മാത്രം തന്നാൽ മതി. ഓക്കെ, ഓണമായിട്ട് എല്ലാവരും ഒരു ലൈക്ക് തരിക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ തരിക, കമൻറ്റ് എന്തായാലും കൊടുക്കുക. ഓക്കെ, അതിൽ നമുക്ക് ഈ ബ്രോ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രോൻ്റെ ചാനലൊക്കെ പൂട്ടിക്കാൻ അനുമോൾ ശ്രമിച്ചു എന്ന് പറയാതെ പറയുന്നുണ്ട്. ചിലപ്പോൾ പറഞ്ഞതാണോ ഇനി എല്ലാം എന്താ പറയുക, അനുമോൾ മെസ്സേജ് അയച്ചു, 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചാനൽ പോകുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. അതുകൊണ്ട് ഹാപ്പി ഓണം കൂടെ പറഞ്ഞേക്കാം ഒന്നും കൂടെ. ഇന്ന് അവിട്ടമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബ്രോ പറയുന്നത് കേൾക്കാം. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ബ്രോക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബ്രോ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. സഹിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സഹിക്കണം. ഇടയ്ക്ക് ഈ കാലം വെച്ചിരിക്കുന്ന ഒരു ട്രെൻഡായിരുന്നു, അറിയോ? പണ്ട് മമ്മൂട്ടിയുടെ ഒരു പടത്തിനകത്ത് ഫാമിലി ഫോട്ടോ എടുക്കാൻ നേരത്ത് കാല് വെച്ച് എല്ലാവർക്കും അറിയാലോ. അതെല്ലാവരും ആഘോഷിച്ചായിരുന്നു. എല്ലാ ഓണത്തിനും ആഘോഷിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത്. പുള്ളി കാല് വെച്ച് കുഴപ്പമൊന്നുമില്ല ബ്രോ. കാരണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാലേ, ഒരു വീട് ഒരു പട്ടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത് ആ പെണ്ണാണ്. അവളെന്തോ ആയിക്കോട്ടെ, ബീവിക്കകത്ത് ഒരു 86-87 ദിവസം അനുമോളെ കുറ്റം പറഞ്ഞ ഒരാളെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ഒരു 10-13 ദിവസം ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യങ്ങൾ. ഇത്രയും ദിവസം ഞാൻ അവളെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ നെഗറ്റീവ് പറഞ്ഞൊരുത്തനാണ്. പിന്നെ അവരുടെ PR എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വിനുവായിട്ട് ഞാൻ സംസാരിച്ച് വിനു കുറച്ച് കാര്യങ്ങളും തെളിവൊക്കെ തന്നുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒരു വീട് ഒരു പടുകുടിയിലോട്ട് പോയി അത് എന്താ പറയണ്ടേ, പൊക്കിക്കൊണ്ട് വന്നതാണ്. ആ വീട്ടിലെ ഗ്രഹനാഥനാണ് ആ അച്ഛൻ. പറഞ്ഞ് മനസ്സിലായോ? അയാൾ ഒരുപാട് സ്ട്രഗിളും ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു ഇതാണ്. അവളിപ്പോൾ ഈ ഒരു നിലയിലെത്തി അവരുടെ അച്ഛനെ തന്നെ അതുപോലെ കാലം വെപ്പിക്കാൻ തന്നെ ചിലപ്പോൾ അവൾ ഉദ്ദേശിക്കലോ. ക്യാമറമാൻ ആദ്യം ഇരുത്തിയെങ്കിലും അത് എന്താ പറയുക, അതൊരു നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അതാ മകളുടെ സന്തോഷം അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ സന്തോഷം. ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് തോന്നേണ്ട ആവശ്യമില്ല. ക്യാമറമാൻ പറഞ്ഞതാണ്, ക്യാമറമാൻ വന്നിട്ട് അവരുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാനും ഈ പറയുന്ന തൊട്ട് ഇതൊക്കെ കണ്ട് വളർന്ന ഒരുത്തൻ തന്നെയായിരുന്നു. പക്ഷേ ഒരു സമയത്ത് അത് താഴോട്ടങ്ങ് പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു, ഒരു ഈച്ച പോലും. പണ്ട് നമ്മളെ വീട്ടുകാരെ കണ്ട പോലെയല്ല ഇപ്പോൾ നമ്മളെ വീട്ടുകാരെ കാണുന്നതെന്നുള്ളൊരു സിറ്റുവേഷൻ. പക്ഷെ തിരിച്ച് അതേ പദ്ധതി കൊണ്ടുവരുമ്പം അന്ന് ആരാധിച്ചവരെ മുന്നിട്ട് നിർത്താനേ ഞാൻ നോക്കത്തുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും മുന്നിട്ട് നിർത്താൻ തന്നെ. ഇടയ്ക്ക് അപ്പും ഡൗണും കണ്ട് വളർന്നിടത്തിനാണ് ഞാനും. ഇപ്പം അപ്പിലോട്ട് പോയപ്പം എല്ലായിടത്തും എൻ്റെ വീട്ടുകാരെ ഞാൻ മുന്നിൽ നിർത്തത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അതങ്ങനെയാണ്. അത് പറഞ്ഞാൽ ബ്ലോക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവിടെ അച്ഛൻ അവിടെ നിന്നാൽ അത്രയും സന്തോഷം. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ഒരു വട്ടം കുഴിയിലോട്ടൊന്ന് പോകണം, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. പറഞ്ഞാൽ അത് അറിഞ്ഞവർക്ക് അത് മനസ്സിലാവും. പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേക്കാണ്. ഈ പറഞ്ഞത് ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ. നല്ല രീതിയിൽ ആട്ടിയിട്ടുണ്ട്. അത് ചില കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ ബിഗ് ബോസിനകത്ത് കാണിച്ചതും ഇല്ല ജിസയിൽ ആര്യൻ്റെ വിഷയത്തിലൊന്നും ഇപ്പോഴും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. അതിന് എല്ലാ വീഡിയോയിലും കിടന്ന് പറയുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഇതിൻ്റെ താഴെ വന്നിട്ടൊരു കമൻറ്റ് ഇട്ടേ, എൻ്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറിയിരിക്കുന്നത് എന്നുള്ള രീതി പുള്ളിക്കാർ കമൻറ്റ് ഇട്ടു. എന്നിട്ട് താഴെ ആരോ രാജെണ്ണം വന്നിട്ട് കമൻറ്റ് ഇട്ടു. ഓക്കെ എന്തോ ആയിക്കോട്ടെ ബ്രോ, ഇതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മളാണ് മെയിനായിട്ട് ഇവിടെ ഓരോ വീഡിയോസും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്കിതൊക്കെ സന്തോഷമുള്ളൂ. കാരണം ആ മനുഷ്യൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യന് വേണ്ടി ആ ഒരു മകള് ചെയ്യുന്നു. ഇപ്പം ക്യാമറമാനെ നിർത്തിയാലും മനു നിർത്തിയാലും ഒരു കുഴപ്പമില്ല. ഒരു മകളെന്ന രീതിക്ക് അവൾക്കൊരു ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കിയും കൂടെ ഒന്ന് വെക്കാം. ഇനി ബ്രോൻ്റെ ചാനലൊക്കെ പോയി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു.
പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് കൂടെ ഒന്ന് കേൾക്കാം. തുടങ്ങിക്കൂ. വേഴ്സസ് ഈ ഒരു അനുമോൾ ഇഷ്യൂ ഈ ഒരു വീഡിയോയോട് കൂടിയെങ്കിലും നമ്മുടെ ക്ലാരിഫിക്കേഷൻ പറച്ചിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 3-4 ഷോർട്സിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ആയത്, അല്ലെങ്കിൽ എന്തൊക്കെ കമന്റ്സ് ആണോ വന്നത്, അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതെ, ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അനുമോൾ മറുപടി പറയാൻ ഒരു കാരണം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഒരു മറുപടിയായിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ തോന്നിയ ഒരു പാട്രിയാർക്കൽ സിംബൽ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ് നെഗറ്റീവ് കമന്റ്സ് കൊണ്ടിട്ട്. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത്, നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒരുപാട് കമന്റ്സ് വരുന്നു, ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല, ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിംബലിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ചെറിയ ചാനലാണെങ്കിൽ നല്ല പണി കിട്ടും. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. റിപ്പോർട്ട് ശരിക്കും വന്നു കഴിഞ്ഞാൽ ചാനൽ ഡൗൺ ആവും, നല്ല രീതിയിൽ ഡൗൺ ആവും. അത് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കത് അപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാർ അക്കൗണ്ട് അടിച്ച് പോകാൻ ചെയ്യും. പിന്നെ ഈ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അത് ചെയ്യുന്ന ചില ചെറ്റകളുണ്ട്, ചില തന്തയ്ക്ക് പറക്കാത്തവന്മാരുണ്ട്. അത് ഞാൻ ഈ അടുത്ത സമയത്ത് ചില അവന്മാരെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചില തന്തയ്ക്ക് പറക്കാത്തവന്മാരുണ്ട്. അത് വഴിയോ അത് മനസ്സിലാക്കി തരാതെ. ഓക്കെ, ഇതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നും, അക്കൗണ്ട് സ്ട്രൈക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ അനുമോടെ ഇപ്പോഴത്തെ അറിയാമല്ലോ, ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ലക്ഷമാണ് 1 മണിക്കൂർ കൊണ്ട് പോകുന്നത്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു വിഷയത്തിൽ അനുമോൾ വന്നപ്പോൾ ഒരു കമൻറ്റ് ഇട്ടാലും നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷൻ പോകും. അപ്പോൾ ഇന്ന പോലെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോസ് എടുത്ത് പോയി റിയാക്ട് ചെയ്ത് വരുമ്പോൾ ഉറപ്പാണ് ബ്രോക്ക് റിപ്പോർട്ട് അടി വരും, നല്ല ഇത് വരും. ചുമ്മാ ഒരു റിപ്പോർട്ട് അടിക്കുന്ന പോലെ അല്ല 500, 1000, 1500 കൂടെ ഇതടിക്കുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബർ ചിലപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1000 ആണെങ്കിൽ ഒരു 1500, 2000 റിപ്പോർട്ട് അടി വരുവാണെങ്കിൽ തീർന്നു. അത് പണി പാളിയും വെള്ളത്തിൽ കിട്ടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഇപ്പോൾ 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ 1000, 2000 റിപ്പോർട്ട് കിട്ടുന്ന വലിയ കാര്യമല്ല, അല്ലെങ്കിൽ 3000, 4000 കിട്ടുന്ന കാര്യമല്ല. പക്ഷെ ഒരു 20,000, 25,000 ഒക്കെ കയറുവാണെങ്കിൽ ചാനൽ പിന്നെ ഇല്ല. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫോളോവേഴ്സ് ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ വെച്ചായിരിക്കാം. അല്ലാതെ ഹാക്ക് ചെയ്യുന്ന ഭയങ്കര പാട് പിടിച്ച പരിപാടിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും റിപ്പോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ അനുമോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചെയ്തെങ്കിൽ അത് നമ്മൾ തെറ്റാന്നേ പറയത്തുള്ളൂ. കാരണം ഒരാൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, നശിപ്പിക്കുക, അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഞാനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാണ്. പിന്നെ ബ്രോ കാലുമേ വെച്ചിരുന്ന് സംസാരിക്കുന്നത്, അതൊന്നും എടുത്ത് സംസാരിക്കണം, അതൊരു വലിയൊരു വിഷയമാണോ? അല്ല, ഒരു വിഷയമല്ല അത്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാനിക്കായി പോയി. കാരണം അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ നമ്മളിനിയും പറഞ്ഞിട്ടാണോ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ഡാർക്ക് അടിച്ചു എന്ന് പറയുന്നില്ല. പെട്ടെന്നൊരു ഡാർക്ക് ആയി പോയി. അനുമോൾ ആണോ ഇത് ചെയ്തത്, അനുമോളുടെ PR ടീം ആണോ ഇത് ചെയ്തത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചിട്ട്. കാരണം ഞങ്ങൾ 2 പേര് 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലുള്ളപ്പോൾ മിക്കപ്പോഴും പുള്ളിക്കാരി വർക്കിങ്ങിലായിരിക്കും. അല്ലെ, പുള്ളിക്കാരി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് പാനിക്കായി പോയി. അത് കാരണം തന്നെ ഒരുപാട് വീഡിയോസിലോട്ട് എനിക്ക് വരേണ്ടി വന്നു. കാരണം എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. അപ്പൊ അങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്, അല്ലാണ്ട് അതൊരിക്കലും റീച്ച് എത്താനോ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല.
പിന്നെ അതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂറുകളത്തേക്ക് നമ്മൾ ആ ദിവസം ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ശരിയൊരു റിയാക്ഷൻ വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ പിന്നെ ഇട്ടത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി. അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരുപാട് കമന്റ്സിന്റെ ഫ്ലഡിങ് ഉണ്ടായി. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ജോലിയെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞതെന്ന്. കാരണം ഈ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആയെന്ന് പറഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് അതിനകത്ത് കമന്റ് ഇടുന്നത് അനുമോൾ ഉൾപ്പെടെ ഉള്ള നന്നായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ ഇത് തന്നെ വേണം. അത് ഒരിക്കലും ഒരാൾക്കൊരു ദുർഗതി വരുന്നത് നല്ലതാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ആരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. കാരണം നമ്മുടെ ഡേറ്റാസ് ഉണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്, മൊബൈൽ നമ്പറുണ്ട്, അപ്പൊ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഹാക്കിംഗ് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഒരു പേഴ്സണൽ ഒരു പ്രൈവസി മോഷണം നടക്കുന്നു. അത് തന്നെ ഒരു വീട്ടിൽ ഒരാൾ മോഷണം ചെയ്താൽ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലൊരു മോഷണം നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആളിനോടുള്ള ദേഷ്യം കൊണ്ട് അത് നല്ലതായി പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതേപോലെ ഒരു കാര്യമാണ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. സ്റ്റിൽ നമുക്ക് ഈ അക്കൗണ്ട് റിവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന നാളെ എന്തെങ്കിലും സംഭവിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്നത് നമ്മൾ സൈബർ ക്രൈമിലും അതുപോലെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നലത്തെ ആ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ ജോലിയെ കുറിച്ചും പഠനത്തെ കുറിച്ചും ഒക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ട വീഡിയോ കാരണം അനുമോൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞത് ജോലിക്ക് പോകൂളെ, അല്ലെങ്കിൽ ജോലിക്ക് പോകൂ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, പണിയെടുത്ത് ജീവിക്കൂ, വീഡിയോ മേക്ക് ചെയ്ത് ജീവിക്കാതെ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ആ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ മേക്ക് ചെയ്തല്ല നമ്മള് മണി അല്ലെങ്കിൽ ഇതിനകത്ത് മോണിറ്റൈസ് ആയ ചാനലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനകത്ത് നിന്നുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പാട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ട്, ടോക്സിസിറ്റിക്ക്, മസ്കുലൈനിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട്, അതുപോലെ നന്നായി ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിങ്ക് കൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് നമ്മുടെ പ്രഷർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പൊ അതിനെ ഊന്നി പറയുക, കുറച്ച് പേർക്കെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ, നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പണ്ട് ലക്ഷ്മിപ്രിയെ കുറെ കളിയാക്കി, അതിന് ലക്ഷ്മിപ്രിയ അങ്ങനെ ആക്കി വിട്ടു, ലക്ഷ്മിപ്രിയ അതിനെതിരെ പ്രതികരിച്ചു വിട്ട ടീമാണെന്നൊക്കെ. അത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് തന്നെ, ലക്ഷ്മിപ്രിയ ബിഗ് ബോസിലൂടെ കാണിച്ചതെന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പുരാതനമായിട്ടുള്ള ഒരു കുലസ്ത്രീ തരം. സത്യം, അത് ഞാൻ യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ റോബിനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഒറ്റ കാരണമാണ് ലക്ഷ്മിപ്രിയക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയത്. റിയാസ് വന്ന ആഴ്ചയിൽ തന്നെ പോകാനിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ലക്ഷ്മിപ്രിയ. റോബിന് സപ്പോർട്ട് കൊടുത്തതിന്റെ ഒറ്റ കാര്യം. ആ പിന്നെ ലക്ഷ്മിപ്രിയ കാണിക്കുന്നതെല്ലാം ശരിയായിട്ട് ആൾക്കാർ കരുതത്തുള്ളൂ. അതങ്ങനെയാണ്. അന്ധമായിട്ട് ചില ആൾക്കാർ ഒരാളെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അതൊക്കെ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചുകൊണ്ടപ്പോൾ ആ സമയത്ത് ഇവരെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സബ്സ്ക്രൈബേഴ്സിലായിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് അന്ന് തന്നെ ഇഷ്ടപ്പെട്ടാണ്. ഇന്ന് അനുമോളെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. സ്വാഭാവികമാണ്, ജനങ്ങൾ അങ്ങനെ പ്രതികരിക്കും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് ആക്ട് ചെയ്തിട്ട്. അപ്പൊ വെറുതെ ഒരു പറയുന്നു ലക്ഷ്മിപ്രിയ സ്പൂഫ് കണ്ടിട്ടാണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത്, ഇപ്പോ അനുമോളുടെ കാര്യം കാണുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നെന്ന് പറയുന്നു. പക്ഷെ അതിലൊരു വൈരുദ്ധ്യം ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയും നമ്മൾ സ്പൂഫിലൂടെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അവര് പറയുന്ന ടോക്സിസിറ്റിയെ, അവരുടെ മൈൻഡിലെ വൈകല്യമുള്ള ചിന്താഗതിയാണ് നമ്മൾ കുറച്ച് ഫൺ ചെയ്ത് കാണിച്ചത്. ഫണ്ണിലുപരി അവരുടെ ആ മാനസികാവസ്ഥയെ ഞങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഫണ്ണിന്റെ ഇൻസൈഡ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ റോ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫണ്ണിനകത്ത് ഫൺ മാത്രമല്ലായിരുന്നു. ഈ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് ലക്ഷ്മിപ്രിയയിലൂടെ ശരിക്കും. എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് അതിനകത്ത് ഇടിസീൻ കണ്ടിട്ട് ഫണ്ണായിട്ട് കണ്ട് ചിരിക്കുന്നവരുണ്ട്. ചിലർക്ക് മാത്രമേ, അല്ലെങ്കിൽ വേറൊരു ഭാഗത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിലൂടെ പാട്രിയാർക്കിക്കെതിരെയുള്ള ഒരു ഫൈറ്റ് ആണ്. നമ്മുടെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വീട്ടിലിരുന്ന് ടി വിക്കകത്ത് സിനിമ ഓടുമ്പം അത് ഫണ്ണായിട്ട് കണ്ട് ചിരിച്ചു കളയാണ്. അതിനകത്ത് ഫൺ ശരിയല്ല, അത് പാട്രിയാർക്കിക്കെതിരെയുള്ള ഒരു മൂവിയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ സിറ്റുവേഷൻ വന്നപ്പോഴും. ഇപ്പൊ അനുമോൾക്കെതിരെ വന്ന് ഞങ്ങൾ എന്താ ഒരു ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. അനുമോൾക്കെതിരെ വന്ന് എന്തുകൊണ്ട്, ഇനിയിപ്പോ നമ്മൾ ഒന്നും കൂടി വൃത്തിക്ക് പറയാം, എന്തുകൊണ്ടാണ് ആ ഫോട്ടോയ്ക്ക് ഇത്ര ഒരു പ്രശ്നം? ആ ഫോട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. കല്യാണം എന്താണ് അനുമോളുടെ ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രൊജക്റ്റ് ആയി നിൽക്കുന്നത് അനുമോളും ഹസ്ബൻഡും ആണെന്നിരിക്കെ
അത് ഫോട്ടോഗ്രാഫറിന്റെ പോസ് ആയിരിക്കാം. ഫോട്ടോഗ്രാഫർ നമുക്ക് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനായിരുന്നു ആ ഫോട്ടോഗ്രാഫർ, എന്റെ പോസാണ്, നിനക്ക് എന്ത് വേണം എന്നുള്ള. ആ ഫോട്ടോഗ്രാഫറോടാണ് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിനെല്ലാം ഒന്നാമത് കാരണം എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ അവിടെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചത് ആ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്രിയാർക്കെ നിങ്ങൾ ഊന്നി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അത് വെറും ഒരു അച്ഛൻ സ്നേഹമോ ഒരു അച്ഛൻ സെന്റിമെന്റ്സോ ഒന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈറലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, ഇൻഫ്ലുവൻസ് ആകും. നിങ്ങൾ സാധാ ഒരു ഫാമിലി പോയി ഫോട്ടോ എടുത്ത് അവരുടെ ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാര്. ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ ആ മമ്മൂട്ടിയുടെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, അത് പ്രഷർ എന്ന് പറയട്ടെ, ആ മൂവി ഏതാണ്? ഈ പോഷൻ കാണുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമല്ലോ. ഏതാ മമ്മൂട്ടിയുടെ ഒരു പടം? ഓക്കെ, ഞാൻ അത് പറയുന്നില്ല. നമ്മുടെ സൗബിനൊക്കെ ഉള്ളൊരു പടം, ഒരു ക്ലൂ ഞാൻ തരുന്നില്ല. ഓക്കെ, ആ ഒരു മൂവിക്കകത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു, മമ്മൂട്ടി വന്ന് കാലെടുത്ത് പോകുന്നത്, അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതൊക്കെ ഇപ്പോഴും മറന്നുപോയോ? നമ്മളിതൊക്കെ നോർമലായിട്ടേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഓരോരോ കഥകളായിട്ട് വരികയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണപ്പെട്ട ആൾക്കാർക്ക്, അനുമോൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവർക്കൊന്നും തലയിൽ കയറത്തില്ല. അതങ്ങനെയാണ് ബ്രോ. ഓക്കെ, ചിലപ്പോൾ ഒരുപക്ഷെ ബ്രോ പറയുന്നതിൽ കാര്യം ഉണ്ടായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല. ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛന് സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല. ഞങ്ങള് അച്ഛനെയും അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവിടെ എല്ലാത്തിനും ഉപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്. ആങ്ങള പെങ്ങൾ ഒരുപോലാണ്. അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസമില്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അനുമോളുടെ കല്യാണ ഫോട്ടോ അനുമോൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക, അനുമോളുടെ അച്ഛൻ എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക, അതൊന്നും മാറ്റർ അല്ല ഇവിടെ. ഇവിടെ ഞങ്ങൾ എന്താണ് പറഞ്ഞത്, എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ അനുമോളാവട്ടെ, നാളെ അത് മറ്റൊരു സിനിമാ നടി ആവട്ടെ, ആരും ആയിക്കോട്ടെ, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അല്ലാണ്ട് ഓക്കെ, കൺസെപ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് കേൾക്കട്ടെ. ഈശ്വര, എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഓക്കെ, അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ എടുത്ത് കാലം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, ജസ്റ്റ് വിട്ടേക്കാണ്. പക്ഷെ പറയുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്. ഇത് ബുദ്ധിമോശം, അത് ഇത് മറ്റേത് മറിച്ചത്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഇതെന്തായാലും ഇനിയിപ്പോൾ എല്ലാ അനുമോടെ തലേ വരും അക്കൗണ്ട് പോയതൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും മെയിലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോക്ക് ആ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. ഇല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വല്ല ഏൽപ്പിച്ചു തരാം. ബൈ, ലവ് യു ഓൾ.